ശ്രീ അരവിന്ദാക്ഷൻ, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ, ശ്രീ അജിത് മണ്ഡലം ജനറൽ സെക്രട്ടറി, ശ്രീമാൻ കണ്ണൻ ചെട്ടിക്കുളങ്ങര, ശ്രീ മുരളീധരൻ മണ്ഡലം ഉപാധ്യക്ഷൻ, ശ്രീമാൻ കട്ടച്ചിറ ദിനേശ് ശിവസേനയുടെ ജില്ലാ സെക്രട്ടറി, ശ്രീകുമാർ മങ്കുഴി എത്തിയിട്ടില്ല അല്ലേ? മിസ്റ്റർ ശ്രീകുമാർ കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി, ശ്രീ സിദ്ധാർത്ഥ് യുവമോർച്ചയുടെ മണ്ഡലം അധ്യക്ഷൻ, ശ്രീമാൻ ജയന്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീമതി സുമ, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീ അരുൺ, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീമതി ദീപ ഗോപി, എൻ്റെ സ്നേഹനിധികളായിട്ടുള്ള ബാലഗോകുലത്തിൻ്റെ ശ്രീമാൻ മണികണ്ഠൻ, എൻ്റെ സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ യോഗത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കുന്നത്. നമ്മെ സംബന്ധിച്ച് ഈ പ്രദേശത്ത് ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ വോട്ട് ചോദിക്കുന്നത് കഴിഞ്ഞ 11 വർഷക്കാലം ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു വോട്ട് എന്നാണ്. കഴിഞ്ഞ 10 വർഷത്തോളമായി കേരളത്തിൻ്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെക്കാൾ എന്തുകൊണ്ട് താഴ്ത്തപ്പെട്ടു എന്ന ചോദ്യത്തിനുത്തരം കഴിഞ്ഞ ദിവസങ്ങളിലാകെ ഞാനും നിങ്ങളും ചർച്ച ചെയ്യുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തതാണ്. പാവപ്പെട്ട മനുഷ്യരുടെ ആരോഗ്യ സംരക്ഷണത്തിന് കൊടുക്കുന്ന മരുന്നുകൾ പോലും മനുഷ്യർക്ക് ഉപകാരപ്രദമായിരുന്നില്ല എന്നുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം അതെൻ്റെയും നിങ്ങളുടെയും മുന്നിൽ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു ഗതിയുമില്ലാത്ത ഗവൺമെന്റ് സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള സാധാരണക്കാർക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ആരോഗ്യ മേഖലയിലൂടെ മനുഷ്യരുടെ സ്വാസ്ഥ്യത്തെ നിലനിർത്താൻ പര്യാപ്തമാക്കുന്ന രീതിയിൽ കൊടുക്കേണ്ട മരുന്നുകൾ, ഇപ്പൊ നമ്മുടെ ഈ ഹാളിന്റെ മുന്നിൽ ഒരു മരുന്ന് കടയുണ്ട്. ആ മരുന്ന് കടയിൽ നിന്ന് കിട്ടുന്ന മരുന്നല്ല രോഗത്തിന് ഗവൺമെന്റ് ആശുപത്രിയിലൂടെ കിട്ടിയത് എന്നാണ് ഞാനും നിങ്ങളും വായിച്ചത്. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ, ഒരു മനുഷ്യർക്കും ഉപയോഗിക്കാൻ സാധിക്കാത്ത മരുന്നുകൾ, ആ മരുന്നുകൾ എങ്ങനെ വിൽപ്പന ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഒരു വർഷം കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകൾ വാങ്ങാൻ വേണ്ടി കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി കേരളം വിട്ട് പുറത്ത് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ഫാർമസിസ്റ്റ് കോഴ്സ് പഠിച്ചവരും എക്സ്പെരിമെന്റ് ചെയ്യാൻ കഴിവുള്ളവരും അതുപോലെ തന്നെ ടെക്നോളജി, ഈ മേഖലയിലെ ടെക്നോളജി സ്വായത്തമാക്കിയിട്ടുള്ളവരും മിടുമിടുക്കന്മാരായിട്ടുള്ള ജോലി ചെയ്യാൻ തന്റേടമുള്ള അറിവുള്ള പ്രാപ്തിയുള്ള അഗാധമായ പാണ്ഡിത്യമുള്ള ആളുകൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിട്ടും ആന്ധ്രക്കാരൻ മരുന്നുണ്ടാക്കുന്നു, തമിഴ്നാട്ടുകാരൻ മരുന്നുണ്ടാക്കുന്നു, തെലുങ്കാനക്കാരൻ മരുന്നുണ്ടാക്കുന്നു, ഗുജറാത്തിൽ നിരവധി കമ്പനികൾ പ്രവർത്തിക്കുന്നു. അവിടെ നിന്ന് ഈ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് മരുന്ന് കമ്പനികൾ ഉണ്ടാകുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം, ഇവിടെ മരുന്നുണ്ടാക്കണ്ട, ഇവിടെ കമ്പനികളും വരണ്ട, ഇവിടെ വികസനവും വേണ്ട. ഇവിടെ മരുന്ന് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഒരു വർഷം വാങ്ങുന്ന മരുന്നിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, അത് പ്രത്യേക പ്രദേശങ്ങളിൽ നിന്ന് വാങ്ങി ആ മരുന്നുകൾ കൊണ്ടുവന്ന് കള്ളക്കണക്കെഴുതി വകമാറി ചെലവഴിച്ച് കൊടുക്കേണ്ടവന് ആവശ്യത്തിന് മരുന്ന് കൊടുക്കാതെ കൊടുത്തു എന്ന് പേപ്പറിൽ എഴുതി കോടികൾ തട്ടിയെടുക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും. ആരോഗ്യവകുപ്പ് മന്ത്രി ഒന്നും സമ്മതിക്കില്ല. ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ പരിപൂർണ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ ചെന്നാൽ വീട്ടിൽ നിന്ന് പായും വിരിപ്പും അവിടെ കൊണ്ടുചെല്ലണം. എന്നിട്ട് കിടക്കാൻ കട്ടിലില്ല, പായ വിരിച്ച് കിടക്കാൻ പറയും. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താണ്? എത്രയോ ദുരന്തങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉണ്ടായി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഡോക്ടർ ഇല്ല, ഡോക്ടർക്ക് ആനുപാതികമായി നേഴ്സുമാരില്ല, ആവശ്യത്തിന് മരുന്നില്ല, ചികിത്സയില്ല.
MRI സ്കാൻ എടുക്കാൻ വേണ്ടി ചെന്നാൽ 6 മാസം കഴിഞ്ഞ് വരാനാണ് ഡോക്ടർ പറയുന്നത്. MRI സ്കാൻ 6 മാസം കഴിഞ്ഞ് എടുത്താൽ മതിയോ? അത്യാസന്ന രോഗി ചെന്ന് വയറുവേദനയായിട്ട് പുളയുമ്പോ ആ രോഗിയുടെ വയറിനകത്ത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ രോഗിക്ക് എന്തെങ്കിലും ഒരു ടെസ്റ്റ് പറഞ്ഞാൽ, CT സ്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ MRI സ്കാൻ, ശരീരത്തിന് അസുഖബാധിതനായിട്ടുള്ളവൻ ചെന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാൻ നിർവാഹമില്ല. അപ്പൊ എന്ത് ചെയ്യും? സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകണം. സ്വകാര്യ ആശുപത്രികളെ മാത്രം സംരക്ഷിച്ചു നിർത്താനായിട്ട് ഒരു മുഖ്യമന്ത്രി വേണോ? ഒരു ആരോഗ്യ വകുപ്പ് വേണോ? ഈ ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ഉന്നയിക്കുമ്പോ അപ്പൊ ആരോഗ്യ വകുപ്പ് മന്ത്രി പറയും, എന്താണ്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ആവശ്യത്തിന് പണം ആര് തരുന്നില്ല? ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാല് തരുന്നില്ല. ബാലഗോപാല് സ്വന്തം വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കണ്ട. ബാലഗോപാല് ഇവിടെ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായി ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞ് KV തോമസ്, ഇടയ്ക്കിടയ്ക്ക് പാർട്ടി മാറുന്ന KV തോമസ് മാഷും പിണറായി വിജയനും ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമനും കേരള ഹൗസിൽ ചായ കുടിച്ചു കഴിഞ്ഞപ്പോ കേരളത്തിലെ ജനങ്ങളുടെ നട്ടെല്ല് തകർക്കുന്ന സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ കോടികൾ കടമായി കൊടുക്കാൻ തീരുമാനിച്ചു, പേപ്പർ എഴുതി ഒപ്പുവെച്ചു. കാരണം എന്താണ്? ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് രാജ്യഭരണകൂടത്തിന് നേതൃത്വം നൽകുമ്പോ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഇവിടേക്ക് പണം കൊടുക്കുന്നത്. കോടിക്കണക്കിന് രൂപ അനുവദിക്കുകയാണ്. ആ കിട്ടിയ കോടിക്കണക്കിന് രൂപ ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കാതെ കേരളത്തിലെ ജനങ്ങളെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് വികസനമില്ലാതെ ആരോഗ്യം നഷ്ടപ്പെടുത്തി ഇവിടുത്തെ മനുഷ്യരുടെ ജീവൻ വെച്ച് പന്താടുന്ന ആശുപത്രികൾ. മകളെ ചികിത്സിക്കാൻ വേണ്ടി പോയ അമ്മ കോട്ടയം മെഡിക്കൽ കോളേജില് കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കുകയാണ്. അവിടെ പുതിയ കെട്ടിടമുണ്ടായിരുന്നു. പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വാസവന് സമയമില്ല. വാസവൻ പറയാണ്, എനിക്ക് കോട്ടയത്ത്, ഞാനാണ് MLA, ഞാനാണ് കോട്ടയത്ത് നിന്നുള്ള മന്ത്രി, എന്റെ പരിപാടി സാറിന് സംഘ കൊള്ളയാണെങ്കിലും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണയ്ക്ക് സമയമുണ്ടായാൽ പോരാ, വാസവന് കൂടി സമയമുണ്ടാകണം. അങ്ങനെ വാസവന്റെ സമയം കാത്ത് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാതെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ അമ്മയുടെ ശരീരത്തിൽ മെഡിക്കൽ കോളേജിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. അപ്പൊ എല്ലാ മന്ത്രിമാരും കൂടി അവിടെ ചെന്നു. എല്ലാവരും ചെന്ന് കെട്ടിപ്പിടിച്ചു. അവിടെ മകൾക്കും മകനും അല്ലെ ആ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് കുറെ മനുഷ്യരെ പറ്റിക്കുന്ന പരിപാടികൾ ആവിഷ്കരിച്ചു. അങ്ങനെ ദയനീയമായിട്ട് സംസാരിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ പണം കൊടുക്കാം. ഒരാൾ മരിക്കേണ്ടി വന്നു. ആ കുടുംബത്തിൽ ഒരാളെ കൊലപ്പെടുത്തിയിട്ട് പണം കൊടുത്തു. അത് ആരോഗ്യ വകുപ്പ്. കൊല്ലത്തെ സ്കൂളിലെ കുട്ടി മരിച്ചതോ? ആ കുട്ടിയെ കൊല ചെയ്തതിന് ശേഷം എന്തുകൊണ്ട് സർക്കാർ സ്കൂളുകൾ ഇത്തരത്തിൽ കിടക്കുകയാണ്? അവിടെ വികസനമില്ല, നല്ല ബെഞ്ചില്ല, നല്ല ഡെസ്കില്ല, നല്ല കമ്പ്യൂട്ടറുകളില്ല, നല്ല ലാബില്ല. ഇതെല്ലാം അറിയുന്നതല്ലേ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്, മന്ത്രി ശിവൻകുട്ടിക്ക്. പക്ഷെ എന്താ സംഭവിച്ചത്? 1 കോടി രൂപ സംസ്ഥാനത്ത് ഏതൊരു പ്രദേശത്തും പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലേക്ക് 1 കോടി രൂപ ഇന്ത്യൻ പ്രധാനമന്ത്രി കൊടുക്കുന്ന PM ശ്രീ പദ്ധതി പ്രഖ്യാപിച്ചു. 4 വർഷം ലാപ്സാക്കി കളഞ്ഞില്ലേ പിണറായി വിജയൻ? മറ്റെല്ലാ സംസ്ഥാനങ്ങളും വാങ്ങാൻ തയ്യാറായി. ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് ഭരിക്കുകയാണ്. ആലപ്പുഴയിലെ കോൺഗ്രസിന്റെ നേതാവും ഇന്ത്യയിലെ പരമോന്നതനാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉപദേശിച്ച് ഒരു വഴിക്കാക്കി KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തെ. മാഡം സോണിയ മാഡത്തിനെയും ഉപദേശിക്കും, പ്രിയങ്കയെയും ഉപദേശിക്കും, രാഹുലിനെയും ഉപദേശിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഒന്നുമല്ലാതായി. ഉത്തരാഖണ്ഡിലെ മുൻ CM കോൺഗ്രസുകാരൻ BJPയുടെ കൊടി പിടിക്കുകയാണ്. പഞ്ചാബിന്റെ കോൺഗ്രസിന്റെ മുൻ CM അമരീന്ദർ സിംഗ് BJPയുടെ കൊടി പിടിക്കുകയാണ്. ആസാമിലെ കോൺഗ്രസിന്റെ വലിയ നേതാവ് ഹിമന്ത ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നു, നമ്മുടെ കൊടി പിടിക്കുന്നു, നമ്മുടെ മുഖ്യമന്ത്രിയായി. എണ്ണി പറഞ്ഞ ജിതേന്ദ്ര പ്രസാദ് ഉൾപ്പെടെ, ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെ എണ്ണം പറഞ്ഞ കോൺഗ്രസിന്റെ മുൻകാല നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ കുങ്കുമഹരിത പതാക പിടിച്ചുകൊണ്ട് നമ്മുടെ പാർട്ടി രാജ്യവ്യാപകമായി വളർന്ന് ഛത്തീസ്ഗഡ് നമ്മൾ ഭരിക്കുകയാണ്, ഹരിയാന നമ്മൾ ഭരിക്കുകയാണ്, ബീഹാർ നമ്മൾ ഭരിക്കുകയാണ്, ആന്ധ്രയിലെ റെഡ്ഡിയും ടീമും ചേർന്ന് നമ്മൾ ഭരിക്കുകയാണ്, അതുപോലെ തന്നെ ഹരിയാനയിൽ നമ്മൾ ഭരിക്കുകയാണ്. ഈ രാജ്യത്ത് 16ലധികം വരുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ ഒറ്റയ്ക്കും കൂട്ടായിട്ട് 4ഓളം വരുന്ന സംസ്ഥാനങ്ങൾ, 5 സംസ്ഥാനങ്ങൾ കൂട്ടായിട്ടും ഭരിക്കുന്ന ഒരു വലിയ മഹാപാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരെ നിന്നുകൊണ്ട് ഒരു
മത്സരിക്കാൻ തന്റെ ഇടമില്ലാതെ സോണിയ മാഡം ഒരു ഫോൺ വിളിച്ചു. ആരെ? മുഖ്യമന്ത്രി പിണറായി വിജയനെ. എന്നിട്ട് ഓർമ്മപ്പെടുത്തി, സ്റ്റാലിനും പിണറായി വിജയനും ഒക്കെ UPA-യുടെ ഭാഗമാണ്. ഏതിന്റെ? ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അപ്പൊ സോണിയ വിളിച്ചു പറയും, എന്റെ മോനെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട് മിസ്റ്റർ പിണറായി വിജയൻ, എന്റെ മോനെ സ്വീകരിക്കണം, എന്റെ മോനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഏക മുഖ്യമന്ത്രി ഇന്ത്യയിൽ, അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി എന്ന് അവകാശപ്പെടുന്ന, സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ്. അങ്ങനെ വയനാട് വന്നു ജയിച്ചു. വയനാട്ടിലെ പാവപ്പെട്ട ആദിവാസിക്ക് ഒരു ഉപകാരവും ഉണ്ടായില്ല. വയനാട്ടിലെ കർഷകന് ഒരു കുറവും കിട്ടിയില്ല. വയനാട്ടിലെ സാധാരണക്കാരന് ഒന്നും ലഭ്യമായില്ല. MP കൊടുക്കേണ്ട റിപ്പോർട്ടുകൾ ഒന്നും ഇന്ത്യൻ ജനാധിപത്യത്തിൽ കൊടുക്കാതെ വയനാട്ടിലെ ജനങ്ങളെ അവഹേളിച്ച് അപമാനിച്ച് എന്ത് സംഭവിച്ചു? പിന്നെയും ഒരു ഇലക്ഷൻ. രാഹുൽ ഗാന്ധിക്ക് പൂതി മതിയായി, കുറച്ചു നാളൊക്കെ നിന്ന് അവസാനം പറഞ്ഞു, ഞാൻ കേരളത്തിലെ ജനങ്ങളെ നോക്കാനൊന്നും പോകുന്നില്ല, എന്റെ പെങ്ങള് മത്സരിക്കാൻ വരുന്നുണ്ട്. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ്. പെങ്ങള് മത്സരിച്ചു, പെങ്ങള് ജയിച്ചു. പെങ്ങള് ദോശ ഉണ്ടാക്കുന്നത് കാണാൻ പോയി, പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന കട കാണാൻ പോയി. ആദിവാസി പാവം ഇന്നും ആവശ്യത്തിന് മരുന്നില്ലാതെ, ആവശ്യത്തിന് ജീവിക്കാനുള്ള സാഹചര്യമില്ലാതെ, കഴിക്കാൻ പോഷകാഹാരമില്ലാതെ ആ വയനാട്ടിലെ ആദിവാസികൾ, ST സമൂഹത്തിൽപ്പെട്ടവർ ഇന്നും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ സാധിക്കാതെ ആ വയനാടിന്റെ മണ്ണിൽ കഴിയുകയാണ്. എന്ത് നീതിബോധമാണുള്ളത്? ആ കോൺഗ്രസിനെ സഹായിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി അവരല്ലേ ഈ കേരളത്തിൽ മാറി മാറി നിങ്ങളുടെ ഈ പ്രദേശമൊക്കെ ഭരിച്ചത്? കായംകുളത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA, ഓരോ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും മാറി മാറി ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ചു. എന്തുകൊണ്ട് ആലപ്പുഴയിൽ വികസനം ഉണ്ടായില്ല? ആലപ്പുഴ ജില്ല കേരളത്തിലെ നമ്പർ 1 ജില്ലയല്ല. ആലപ്പുഴ ജില്ല കേരളത്തിലെ പാവപ്പെട്ടവരുടെ പറുദീസയാക്കി മാറ്റിയതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ആലപ്പുഴ ജില്ല നമ്പർ 1 ജില്ലയാണ്. ഏത് കാര്യത്തിലാണെന്ന് അറിയുമോ? മനുഷ്യത്വത്തിന്റെ കാര്യത്തിൽ, സ്നേഹത്തിന്റെ കാര്യത്തിൽ, കാരുണ്യത്തിന്റെ കാര്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ ജനങ്ങൾ ഹൃദയ വിശാലതയുള്ളവരും കടലിന്റെ മക്കളുമായിട്ടുള്ള ആളുകൾ, അവർ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളുകൾ. ആ ആലപ്പുഴ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയം നോക്കി 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 കണ്ടിട്ടാണ് ഒരു മുൻ മന്ത്രി സുധാകരൻ സാർ പറഞ്ഞത്, ഇതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, വലിയൊരു റെയിൽവേ പണിയണം. എന്തിന്? റെയിൽവേ പാളം. എന്നിട്ട് ആ റെയിൽവേ പാളത്തിലൂടെ സ്പീഡായിട്ട് വണ്ടി പോയിട്ട് അപ്പം വിൽക്കണം. അല്ലാതെ കേരളത്തിലെ പാവപ്പെട്ടവനെ കുറിച്ചോ, സ്ത്രീകളെ കുറിച്ചോ, യുവ കർഷകന്മാരെ കുറിച്ചോ, ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചോ, അല്ലെങ്കിൽ ഇത് തെറ്റാണ് മിസ്റ്റർ പിണറായി വിജയൻ എന്ന് പറയാൻ കാൽമുട്ടുകളെ കൂട്ടിയിടിക്കും, വിറയ്ക്കും പിണറായി വിജയനെ കാണുമ്പോ ഗോവിന്ദൻ മാഷ്. അങ്ങനെ ഒരു ഗോവിന്ദൻ മാഷ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോ ആ ഗോവിന്ദൻ മാഷ് പറയാണ്, ആലപ്പുഴയിലെ പാർട്ടിക്കകത്തുള്ള കളകൾ പറിച്ചെടുക്കും. അതിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു, മാഷേ, കളകൾ പറിക്കുന്നത് നിങ്ങളുടെ പുന്നപ്രയിലെയും വയലാറിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ താമരയ്ക്ക് വോട്ട് ചെയ്തത് കൊണ്ടാണെങ്കിൽ ആ കള പറിക്കാൻ തീരുമാനിക്കുമ്പോ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ആളുകളുടെ ചങ്കിലെ ചോര വാർന്നു വീണിട്ട് എനിക്ക് വോട്ട് ചെയ്തവരുടെ ശരീരത്തിൽ ഒരു തരി വീഴാൻ സാധിക്കുമെന്ന് ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ മുഖത്ത് നോക്കി പറയാൻ നമുക്ക് സാധിച്ചു, നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിച്ചു. ആലപ്പുഴക്കാർ ഒരു തെറ്റും ചെയ്തില്ല. അവർക്ക് മനസ്സിലായി ട്രാക്ടറിനെതിരെ സമരം നടത്തി കമ്മ്യൂണിസ്റ്റുകാർ, അല്ലെ? തൊഴിൽ നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രാക്ടറിനെതിരെ സമരം നടത്തിയത്. പിന്നെയോ കക്കൂസിനെതിരെ സമരം നടത്തിയില്ലേ? ഈ വടിവെച്ച് അതിന്റെ മുകളിൽ ഇരുന്നാൽ മതി എന്നാണ് ആദ്യകാലത്ത് പറഞ്ഞത്. ഇപ്പോ യൂറോപ്യൻ ക്ലോസറ്റിലല്ലേ സഖാക്കൾക്ക് ഇരിക്കാൻ പറ്റൂ? ഒരു സമരവുമില്ല. ട്രാക്ടറിനെതിരെ സമരം നടത്തി, കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തി, മൊബൈൽ ഫോണിനെതിരെ സമരം നടത്തി, സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്തി, MP രാഘവനെ വെടിവെക്കാൻ തോക്ക് കൊടുത്ത് പറഞ്ഞയച്ചു, അല്ലെ? ആ സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്തുമ്പോ ഒന്നാന്തരം സ്വാശ്രയ കോളേജില് പുലർച്ചെ 4 മണിക്ക് എണീറ്റ് ഓം ഭൂർഭുവസ്വഃ സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്ന് പറയുന്ന ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് പിണറായി വിജയന്റെ മകള് വീണക്കുട്ടി അമ്മയുടെ സ്വാശ്രയ കോളേജിൽ പഠിക്കുകയാണ്. സഖാക്കളെ ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ചു സമരം നടത്തി തല്ലാനും അടിക്കാനും വെട്ടാനും കൂട്ടാനും പോയവരുടെ ജീവൻ കേരളത്തിൽ നഷ്ടപ്പെട്ടു.
നഷ്ടപ്പെട്ടു. ഇതൊക്കെ നോക്കി കണ്ടിട്ടാണ് നമ്മുടെ സുധാകരൻ സാറ് പറഞ്ഞത് എന്താണ്, ഇവിടെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. AK ഗോപാലിനെ പോലെ, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലെ, ഗൗരിയമ്മ, ഒരു കാലത്ത് ഗൗരിയമ്മ എന്ന് പറയുന്ന സഖാവിനെ പോലെ എത്രയോ നല്ല നേതാക്കന്മാർ ഈ കേരളത്തിന്റെ മണ്ണിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ഈ രാജ്യത്ത് ഓരോ മുഖ്യമന്ത്രിമാരും, സ്റ്റാലിൻ, തൊട്ടപ്പുറത്ത് സ്റ്റാലിൻ ഉണ്ട്, വിഴിഞ്ഞത്ത് വലിയ രീതിയിൽ വിഴിഞ്ഞം പോർട്ടുണ്ടായി, തുറമുഖമുണ്ടായി. എന്നാൽ വിഴിഞ്ഞം തുറമുഖമുണ്ടായപ്പോ ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വ്യാപാര സമുച്ചയത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിച്ചില്ല. പറഞ്ഞു സ്ഥലം കിട്ടാനില്ല. തിരുവനന്തപുരത്തെ ജനങ്ങൾ ഒന്നു ചേർന്നു, അവർ ഒരുമിച്ചൊരു യോഗം വിളിച്ചു. അവര് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഹെക്ടർ കണക്കിന് ഭൂമിയുണ്ട്, ഞങ്ങൾ തരാൻ തയ്യാറാണ്. അവർ ഇത്ര ഹെക്ടർ ഭൂമി വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടും ഒരാളെ പോലും കാണാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സമയമുണ്ടായില്ല. സ്റ്റാലിൻ പണി തുടങ്ങി. അവിടെ ആവശ്യത്തിന് സ്ഥലം സ്റ്റാലിൻ ഏറ്റെടുക്കുകയും അവിടുത്തെ മനുഷ്യർക്ക് ജോലി വാങ്ങിക്കൊടുക്കാൻ വിഴിഞ്ഞം പോർട്ടിനെ ഉപയുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയും പരിപാടിയുമായിട്ട് ആ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നു. അതും കമ്മ്യൂണിസ്റ്റ് അല്ലേ? അതും കരുണാനിധിയുടെ മകനല്ലേ? ആ കരുണാനിധിയുടെ മകൻ, പേരേ കരുണാനിധി എന്നാണ്. ആരാണ്? സർവേശ്വരനാണ് കരുണാനിധി എന്നുള്ള പേരിന്റെ അർത്ഥം. എന്നാൽ സനാതന ധർമ്മത്തെ വെല്ലുവിളിച്ച സ്റ്റാലിൻ അവിടെ നിന്നുകൊണ്ട് AIDMK കാരനുണ്ടല്ലോ, ജയലളിത പാർട്ടിയുടെ ആൾക്കാർ, ഇവരും രണ്ടു കൂട്ടരും കീരിയും പാമ്പുമാണെങ്കിലും മോദി ഗവൺമെന്റ് പ്രഖ്യാപിച്ച പണം അത് വാങ്ങിയെടുക്കാൻ വേണ്ടി തമിഴ്നാട്ടിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ഡൽഹിയിൽ പോകും. അവർ ഒരുമിച്ച് ചോദിക്കും, അവർ ഒരുമിച്ച് വാങ്ങും. ഇവിടെ ഒരു മുറുക്കാൻ കടയില്ല. സ്റ്റാലിൻ അവിടെ ആപ്പിൾ ഫോൺ ഉണ്ടാക്കുകയാണ്, അതിന് സ്ഥലം കൊടുത്തിരിക്കുകയാണ്. മുന്തിയ കാറിന്റെ പാർട്സ് ഉണ്ടാക്കുകയാണ്. അവിടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കപ്പലുകളുടെ പണി അത് നടപ്പിലാക്കാൻ എങ്ങനെ സാധിക്കും, അതെങ്ങനെ കയറ്റുമതി ചെയ്തേക്കാൻ സാധിക്കുമെന്നാണ് തമിഴ്നാട്ടുകാരൻ സ്റ്റാലിൻ പരിശോധിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചു, ഒരു സഖാവ് മയക്കുമരുന്ന് കച്ചവടത്തിന് നേതൃത്വം കൊടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് ഒരു സഖാവിനെ. അപ്പൊ അന്ന് ജില്ലാ സെക്രട്ടറി യോഗം വിളിച്ചു ചേർത്തിട്ട് അയാളെ പുറത്താക്കി. അപ്പൊ ഞാനൊക്കെ സന്തോഷിച്ചു. എന്താണ് കാര്യം? കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും മയക്കുമരുന്ന് കച്ചവടത്തിന് നേതൃത്വം കൊടുത്തവനെ പാർട്ടി പുറത്താക്കിയല്ലോ എന്നാണ് ആ വാർത്ത വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത്. കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് വന്നു, അവനെ തിരിച്ചെടുത്തു. അപ്പൊ തിരിച്ചെടുത്തിട്ട് അതേ ജില്ലാ സെക്രട്ടറി നാസർ പറയുകയാണ് ഇപ്പോ അവൻ നല്ല കമ്മ്യൂണിസ്റ്റ് ആയി എന്നാണ്. എങ്ങനെ? മയക്കുമരുന്ന് കച്ചവടത്തിന് പോയി നമ്മുടെ കുട്ടികളുടെ സിരകളിലേക്ക് മയക്കുമരുന്ന് ഒഴുക്കി കുടുംബങ്ങളെ തകർത്ത് സമൂഹത്തെ ഛിദ്രമാക്കാൻ ശ്രമിച്ച ഒരാൾ തിരിച്ചു വന്ന് ആൾക്ക് ടിക്കറ്റ് കൊടുത്ത് മത്സര രംഗത്ത് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ, സത്യസന്ധരായിട്ടുള്ള മനുഷ്യർ വോട്ട് ചെയ്യാൻ സാധിക്കുക? അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ കേരളത്തിന്റെ മണ്ണിൽ മാത്രമല്ല ഇന്ത്യയിലെ വലിയ പാർട്ടി, നമ്മളാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മൾ 19,000-ത്തിലധികം വരുന്ന സ്ഥാനാർത്ഥികൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സ്ഥാനാർത്ഥികളെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളെക്കാൾ 2000 സ്ഥാനാർത്ഥികൾ എണ്ണത്തിൽ കുറവാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനേക്കാൾ കുറവാണ് മാർക്സിസ്റ്റ് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ ശക്തിയുള്ള, ജനസമക്ഷത്തിലുള്ള, കഴിവും പ്രാപ്തിയുമുള്ള നമ്മുടെ സ്ഥാനാർത്ഥികളെ ആളുകൾ വിജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാ വീടുകളിലും പോകണം. വീടുകൾക്കകത്ത് സഖാക്കന്മാരും കോൺഗ്രസുകാരും ലീഗുകാരും വരെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് കേരളത്തെ മാറ്റിമറിക്കാൻ വേണ്ടി വീടുകൾക്കകത്തിരിക്കുന്നുണ്ട്. അവരെ കാണുക, അവരുടെ കൈപിടിക്കുക, അവരുടെ അനുഗ്രഹം വാങ്ങുക. നമ്മൾ ഈ ഷാളിട്ട സ്ഥാനാർത്ഥികൾ മുഴുവൻ വിജയിക്കുക. അങ്ങനെ ഭരണിക്കാവിൽ ഒരു ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കാൻ ഈ പ്രാദേശിക സമിതിക്ക് സാധിക്കണം എന്ന് പറയാനും അത് അഭ്യർത്ഥിക്കുവാനും വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഏത് സ്ഥലത്ത് റോഡ് പണിയാം, പദ്ധതിയുണ്ട്, ഗ്രാമീണ സടക്ക് യോജന പദ്ധതി. എന്നാൽ ഏറ്റവും കുറവ് റോഡുകൾ പണിഞ്ഞത് കേരളമാണ്. എന്താ കാരണം? ഗ്രാമീണ സടക്ക് യോജന പദ്ധതിയുടെ റോഡ് ഉണ്ടായാൽ അത് അറിവുള്ള ആളുകൾ പറയും, അമ്മയോടും അച്ഛനോടും കുട്ടികൾ പറയും, ഇത് നരേന്ദ്രമോദി മാമന്റെ റോഡാണ് എന്ന് ആളുകൾ പറയും. അതുകൊണ്ട് ഗ്രാമീണ സടക്ക് യോജനയുടെ പണം അത് വിനിയോഗിച്ചിട്ടില്ല. ജൽനൽ പദ്ധതിയുണ്ട്, കുടിവെള്ളമില്ലാത്ത ഒരൊറ്റ വീട് പോലും ഉണ്ടാകരുത് പദ്ധതിയുണ്ട്. പദ്ധതി പ്രഖ്യാപിച്ചു, ആ പദ്ധതിയും പാതി വഴിയിൽ നിൽക്കുകയാണ്.
പറയുകയാണ്, 70 വയസ്സ് കഴിഞ്ഞ വൃദ്ധനോ വൃദ്ധയോ ഉണ്ടെങ്കിൽ ഞാൻ അവരെ സംരക്ഷിക്കാമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. വയോവന്ദന പദ്ധതി അല്ലെ, ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമായിട്ടുള്ള വയോവന്ദന പദ്ധതി അത് നടപ്പിലാക്കുന്നില്ല കേരളത്തിൽ. അപ്പൊ 300-ലധികം വരുന്ന പദ്ധതികൾ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ 300-ലധികം വരുന്ന പദ്ധതികളിൽ ബഹുഭൂരിപക്ഷം വരുന്ന പദ്ധതികളെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മുന്നണി പോരാളികളായിട്ട് മാറാൻ എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഇവിടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന സഹോദരി സഹോദരന്മാർക്ക് സാധിക്കണമെന്നും അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കണമെന്നും പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയും എനിക്കൊരു സ്ഥലത്തു കൂടി പോകാനുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ തീരുമാനിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ എഴുതി ചേർക്കേണ്ടത്, നിങ്ങൾക്ക് കിട്ടിയ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമല്ല. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനാർത്ഥിത്വം, നിങ്ങൾ മെമ്പർ ഓഫ് പഞ്ചായത്താണ്. ഒരു MP ഇന്ത്യൻ പാർലമെന്റിനകത്തിരിക്കുന്നത് എങ്ങനെയാണോ അതേ ജനപക്ഷത്തു നിന്നുകൊണ്ട് അതേ രീതിയിൽ ഒരു MP, നിങ്ങളൊരു കുട്ടി MP ആണ് അല്ലെ. ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ മെമ്പർ ഓഫ് പഞ്ചായത്തായി ആ പഞ്ചായത്തിനകത്ത് ഭരണകൂടത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി സത്യസന്ധമായി സുതാര്യമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഈ ഭരണിക്കാവിൽ എനിക്ക് പറയാനുള്ളത്, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന ഭാരവാഹികളും പറഞ്ഞിട്ടുള്ളത്, ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അവസരം ജനങ്ങൾ നൽകിയാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വീടുകൾ ഉണ്ടാകും, നിങ്ങൾക്ക് ജോലി ഉണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ വലിയ വികസനം ഉണ്ടാകും, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതിക്രമങ്ങൾ ആവിഷ്കരിച്ചു തരാൻ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിൽ വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന സംസ്ഥാന ഘടകം നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ടുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ സംസ്ഥാന ഘടകം നിൽക്കുന്നത്. നിങ്ങൾ ജയിച്ചു വന്നാൽ മതി, ബാക്കി ഭരണിക്കാവിനെ എങ്ങനെ നോക്കണം എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വേദിയിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. അതിനൊരവസരം തരാൻ ജനങ്ങൾ തയ്യാറാകും. കാരണം അവർ രണ്ടു കൂട്ടരെയും കണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ മടുത്ത് മനസ്സ് മരവിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ഈ നാടിനെ ബഹുഭൂരിപക്ഷം പദ്ധതികൾ കൊണ്ടുവന്ന് ഈ നാടിനെ മാറ്റിമറിക്കാനുള്ള ചാലക ശക്തിയായിട്ട് മാറാൻ എന്റെ സഹപ്രവർത്തകന്മാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, തീർച്ചയായിട്ടും വരാൻ പോകുന്ന നാളുകളിൽ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷം റോഡിൽ ഒരു മൈക്ക് വെക്കുക. ഇതെല്ലാം BJP-ക്കാരും ഞാൻ പറയുന്ന പദ്ധതികളെ കുറിച്ചും ഒക്കെ അറിയാവുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു ദീർഘമായിട്ടുള്ള പ്രസംഗത്തിന്റെ ആവശ്യമില്ല. വിജയിച്ചു കഴിഞ്ഞ് റോഡിൽ മൈക്ക് വെക്കുമ്പോൾ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒക്കെ കേൾക്കെ നല്ല പൊതുയോഗത്തിൽ വെടുപ്പായിട്ട് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.